ഹലോ മക്കളെ, നമസ്തേ. A+ ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അമൃതലാൽ വേഗടിൻ്റെ യാത്രാവൃത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള റേൻ കി ബസേരെ മേം എന്ന ചാപ്റ്റർ നമ്മൾ കുറച്ച് പഠിച്ചു അല്ലേ. അതിൻ്റെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ദെൻ തബി ഏക വിചിത്ര ഘടന ഘടി. തബി അറ്റ് ദാറ്റ് ടൈം ഏക വിചിത്ര ഘടന, വിചിത്ര എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ഘടന മീൻസ് ഇൻസിഡൻറ്റ്, ഘടി മീൻസ് ഹാപ്പൻഡ്. എന്താണ്? ദെൻ എ സ്ട്രേഞ്ച് ഇൻസിഡൻറ്റ് ഹാപ്പൻഡ്, ഒരു വിചിത്രമായിട്ടുള്ളൊരു സംഭവം ആ സമയത്ത് നടന്നു. എന്താണ്? അച്ചാനക് ഉസ്നെ മേരെ പയർ ദബാനെ ഷുറൂ കർ ദിയേ. അച്ചാനക് മീൻസ് സഡൻലി, മേരെ പയർ എൻ്റെ കാല്, ദബാന മീൻസ് മസാജ് ചെയ്യാന്നാണ്, ഷുറൂ കർ ദിയ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ്. സഡൻലി ഹി സ്റ്റാർട്ടഡ് മസാജിങ് മൈ ഫീറ്റ്. പെട്ടെന്ന് ഈ ആൾ വന്നിട്ട് എൻ്റെ കാലിങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഉസ്കെ മസ്ബൂത്ത് ഹാത്തോं का स्पर्श അനുഭവ് करते ही मैं काम सा गया. അദ്ദേഹത്തിൻ്റെ മസ്ബൂത്ത് ഹാത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള കൈകൾ അനുഭവ് കർത്തേ എന്ന് പറഞ്ഞാൽ കാലിൽ അദ്ദേഹം വന്ന് സ്പർശിച്ചപ്പോൾ കാമ്പ് സാരഹ, ഞാനൊന്ന് വിറച്ചു പോയി. എന്താ കാരണം? നമ്മളിപ്പോൾ നമ്മളെ കൊല്ലുമെന്ന് പേടിക്കുന്ന ഒരാൾ നമ്മളോട് പോയിട്ട് ഉറങ്ങാൻ പറഞ്ഞിട്ട് നമ്മുടെ കാലിൽ വന്ന് പിടിച്ചാൽ നമ്മളെന്താ കരുതാം? നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പോവാണോ, നമ്മളെ കൊല്ലാൻ പോവാണോ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, സോ കാമ്പ് സാരഹ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, വിറച്ചു പോയി. ഓക്കെ, ഏക്ക് കർക്കെ ദോനോ പയർ ഖൂബ് അച്ചി തരസേ ദബായെ. പക്ഷെ അതിന് പകരം അദ്ദേഹം എന്താ ചെയ്തത്? ഏക്ക് കർക്കെ, ഓരോന്നോരോന്നായിട്ട് ദോനോ പയർ, രണ്ട് കാലും ഖൂബ് നല്ല രീതിയിൽ എന്താണ് സേ ദബായെ നല്ല രീതിയിൽ അദ്ദേഹം മസാജ് ചെയ്തു. ഹി മസാജഡ് ബോത്ത് മൈ ഫീറ്റ് വെരി വെൽ വൺ ബൈ വൺ. അദ്ദേഹം എൻ്റെ രണ്ട് കാലും വളരെ നല്ല രീതിയിൽ മസാജ് ചെയ്തു. ഉസ്മേ ബഡി താക്കത്ത, അദ്ദേഹത്തിന് നല്ല താക്കത്തുള്ളതുപോലെ, നല്ല സ്ട്രെങ്ത് ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഓക്കെ, അതിൽ നല്ല താക്കത്തുണ്ടായിരുന്നു. ഹി ഹാഡ് ഗ്രേറ്റ് സ്ട്രെങ്ത്. ഉസ്മേ ബഡി താക്കത്ത് ദാ ഫിർ ഹാത്ത് ദബായെ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ദെൻ ഹി മസാജഡ് മൈ ഹാൻഡ്. ഹാത്ത് എന്ന് പറഞ്ഞാൽ ഹാൻഡാണ് കേട്ടോ. പിന്നീട് അദ്ദേഹം കാല് മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ മസാജ് ചെയ്തു. ഹാത്തോം കി ഏക്ക് ഉംഗ്ലി ദബായി. കൈകളിലെ ഓരോരോ ഉംഗ്ലി എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ് ആണ് കേട്ടോ. ഓരോരോ ഫിംഗേഴ്സും എന്ത് ചെയ്ത് സെപ്പറേറ്റ് എടുത്തിട്ട് ദബായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മസാജ് ചെയ്തു. ഓക്കെ, ഹി മസാജഡ് ഈച്ച് ആൻഡ് എവറി ഫിംഗേഴ്സ് ഓഫ് മൈ ഹാൻഡ്. ഹർ ഗണ്ടി ചിന്താ ബനി രഹി കി കഹിം കോയി ഉംഗലി ചക്കാനാതേ. എന്താണ്? ഞാനെന്താ ചിന്തിച്ചത്? ചിന്ത മീൻസ് ഐ വാസ് വറീഡ് ദാറ്റ് സം വൺ മൈറ്റ് ക്രാക്ക് മൈ ഫിംഗർ. എന്താണ്? അയാൾ നല്ല സ്ട്രോങ് ഉള്ള ആളാണ് അല്ലേ. അപ്പോൾ അയാളുടെ ആ ഒരു താക്കത്ത് എൻ്റെ വിരലുകളിലേക്ക് വന്നപ്പോൾ എൻ്റെ കൈയിൻ്റെ വിരലുകൾ ഒടിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഇസ്കെ ബാദ് ഉസ്നെ മേരി മുട്ടി ഗോലി. അപ്പോൾ ഈ കൈകളുടെ വിരലുകൾ മസാജ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദിസ് ഹി ഓപ്പൺ മൈ ഫിസ്റ്റ്, അദ്ദേഹം എൻ്റെ കൈയിൻ്റെ മുഷ്ടി എന്ത് ചെയ്തു? തുറന്നു. ഉസ്മേ കുച്ച് രേഖ, അതിലെന്തൊക്കെയോ അദ്ദേഹം വെച്ചു. ഹി പുട്ട് സംതിങ് ഇൻ ഇറ്റ്. മുട്ടി ബന്ദ് കി ഓർ ചലാ ഗയ. അപ്പോൾ മുട്ടി ബന്ദ്, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ കൈയിൻ്റെ മുഷ്ടി എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ചലാ ഗയ, എന്നിട്ട് അദ്ദേഹം പോയി. ഓക്കെ, അപ്പോൾ ഹി പുട്ട് സംതിങ് ഇൻ ഇറ്റ്, ക്ലോസ്ഡ് ഇറ്റ് ആൻഡ് വെൻറ്റ് അവേ. ഉസ്കെ ജാത്തെ ഹി ചോട്ടൂനെ ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ ഉസ് പർ താലാ ലഗാ ദിയ. അപ്പോൾ ഇദ്ദേഹം പോകാൻ കാത്ത് നിൽക്കരുത് നമ്മുടെ ചോട്ടു. ഓക്കെ, അപ്പോൾ അദ്ദേഹം പോയ പാടെ വേഗം ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? ചോട്ടുവിനെ ദർവാസ അന്തർസെ ബന്ദ് കർക്കെ. ചോട്ടു ദർവാസ എന്ന് പറഞ്ഞാൽ ഡോറാണ്, അന്തർസെ ഉള്ളിൽ നിന്ന് ബന്ദ് കർക്കെ പിന്നെ അടച്ചിട്ട് ഉസ് പർ താലാ ലഗായി, വേഗം പോയിട്ട് ലോക്ക് ഇട്ടു. ഓക്കെ, ചോട്ടു ക്ലോസ് ദ ഡോർ ഫ്രം ഇൻസൈഡ് ആൻഡ് ലോക്ക്ഡ് ഇറ്റ്. കാരണം എന്താ? പെട്ടെന്ന് ഇനി ഇങ്ങോട്ട് കയറി വരണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് ലോക്ക് ഇട്ടു. അപ്പോൾ ലോക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സമാധാനമായി. ഹംനെ റാഹത്ത് കി സാസ് ലി, ഞങ്ങൾ എന്ത് ചെയ്തു? വി ബ്രീത്തഡ് എ സൈ ഓഫ് റിലീഫ്, ഞങ്ങളൊരു റാഹത്തിൻ്റെ ഒരു ആശ്വാസശ്വാസം എടുത്തു. ലേക്കിൻ നീന്ത് നഹിമായി, പക്ഷെ ഞങ്ങൾക്ക് എന്നിട്ടും വി കുഡിൻ സ്ലീപ്പ്, ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മേം ജാഗതാ പടാ രഹ ഔർ സോച്താ രഹ കി ഉസ്മേം ഏക്ക് ബദലാവ് ക്യോം കർ ആയ. മേം ജാഗതാ പടാ രഹ, ഐ ലേ എവൈക്ക്, ഞാൻ എന്ത് ചെയ്തു? ഉണർന്നിരുന്നു. ആൻഡ് ഐ കെപ്റ്റ് വണ്ടറിങ്. ഓക്കെ, സോച്താ രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഉസ്മേം ഏക്ക് ബദലാവ് എന്ന് പറഞ്ഞാൽ എ സഡൻ ചേഞ്ച്. ക്യോം കറായ, പെട്ടെന്ന് എങ്ങനെയാണ് വന്നത്? ഐ ലേ എവൈക്ക് ആൻഡ് കെപ്റ്റ് വണ്ടറിങ് വൈ ദർ വാസ് എ സഡൻ ചേഞ്ച് ഇൻ ഹിം. എങ്ങനെയാണ് പെട്ടെന്നൊരു ചേഞ്ച്? അതായത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ ആൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ചേഞ്ച് ആവാൻ പറ്റുക? ഞങ്ങൾ ദേഷ്യപ്പെട്ട് ആരാ നിങ്ങൾ, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ ആൾ പെട്ടെന്ന് എൻ്റെ കൈയും കാലൊക്കെ മസാജ് ചെയ്ത് എൻ്റെ കയ്യിലെന്തോ വെച്ച് തന്നിട്ട് പോയി. അപ്പോൾ ഇത്തരത്തിലൊരു മനുഷ്യൻ എങ്ങനെ ചേഞ്ച് ആവാൻ പറ്റുക എന്നാണ് പറയുന്നത്. വഹ് ഉദ്ധർ സേ വിനം ക്രൈസേ ബൻഖൈ, എങ്ങനെയാണ് ഇത്ര ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ റൂഡായിട്ടുള്ള ഒരാൾക്ക് ഇത്ര ഹമ്പിൾ ആവാൻ കഴിയുക? മുട്ടി ഖോൽക്കർ ദേഖ്താത്തോ ഉസ്മേം 20 പൈസേ കാ സിക്കാത. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എന്തോ വെച്ചതുപോലെ എനിക്ക് തോന്നി. സോ ഞാൻ എൻ്റെ എന്ത് ചെയ്തു? മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻ്റെ കൈപ്പത്തി, ഖോൽക്കർ ദേക്ക, എന്താണ്? തുറന്ന് നോക്കിയപ്പോൾ ഉസ്മേം 20 പൈസേ കാ, 20 എന്ന് പറഞ്ഞാൽ 20 ആണ് കേട്ടോ, 20 പൈസയുടെ ഒരു സിക്ക, ഒരു കോയിൻ കണ്ടു. ധീരെ ധീരെ
ഖുദ്ധി സുലജ്നെ ലഗി കിതാബോं को उसने फेंक नहीं था. അപ്പോൾ മെല്ലെ മെല്ലെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ്? ഹി ഹാഡ് നോട്ട് ത്രോൺ എവേ ദ ബുക്സ്. ഓക്കെ, ബുക്സ് മാത്രം അദ്ദേഹം വലിച്ചെറിഞ്ഞില്ല. ബുക്ക് എടുത്തപ്പോഴാണ് അയാൾക്ക് ഈ ചേഞ്ച് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. കിതാബേൻ ദേഖ് കർ അഞ്ജാനേ ഹി ഉസ്കെ മൻമേം യഹ് ബാത്ത് ആയി ഹോഗി. എന്താണ്? കിതാബേൻ ദേഖ് കർ എന്ന് പറഞ്ഞാൽ ബുക്കുകൾ നോക്കിയിട്ട് അഞ്ജാനേഹി അൻസിലെ എന്ത് വന്നിട്ടുണ്ടാകും? उसके मन में यह बात आई होगी വന്നിട്ടുണ്ടാകാം. സീയിങ് ദ ബുക്സ് ഇറ്റ് മസ്റ്റ് ഹാവ് കം ടു ഹിസ് മൈൻഡ്. എന്താണ്? കി യേ ഷായദ് ലിഖ്നെ പഠ്നെ വാലി ആദ്മി ഹേ. എന്താ വന്നിട്ടുണ്ടാവുക? ഈ മനുഷ്യന്മാർ ചിലപ്പം എഴുതുന്നതും വായിക്കുന്ന ആളുകളാണ്. ഷായദ് ഗുരു ഹേ, മേ ബി എന്തായിരിക്കാം? പെർഹപ്സ് ദേ ആർ ഗുരൂസ്, ടീച്ചർമാരായിരിക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ഹമ്പിളായിട്ട് മാറിയത്. ഉസ് विक्षिप्त अवस्था में भी उसके अवचेतन में यह संस्कार दबा पड़ा था कि गुरु का तो आदर करना चाहिए. അപ്പോൾ ഷായദ് ഉസ് വിക്ഷിപ്ത അവസ്ഥ, വിക്ഷിപ്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയിലും മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയിലും ഉസ്കെ അവചേതൻ പർ അദ്ദേഹത്തിൻ്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു സ്ഥിതിയിലും യഹ് സംസ്കാർ ദബാപ്പെടാത ഈ ഒരു സംസ്കാരം, ഈ ഒരു തോന്നലിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകാം. എന്ത്? കി ഗുരു കാ തോ ആദർ കർനാ ഹേ. എന്താണ്? നമ്മൾ ഈ ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടാകാം. ഈവൻ ഇൻ ദാറ്റ് ഡിസ്റ്റർബഡ് സ്റ്റേറ്റ്, ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനിലും ദിസ് സംസ്കാർ, ഈ ഒരു സംസ്കാരം വാസ് കെയിം ടു ഹിസ് മൈൻഡ് ദാറ്റ് വൺ ഷുഡ് റെസ്പെക്ട് ദ ഗുരു. और यह मालूम होने पर कि मैं शिक्षक हूँ. പിന്നെ അദ്ദേഹം എന്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും? ആൻഡ് ഓൺ നോയിങ് ദാറ്റ് ഐ ആം എ ടീച്ചർ ഹിസ് ബിഹേവിയർ സഡൻലി ചേഞ്ചഡ്. അപ്പോൾ ഞാനൊരു ടീച്ചറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉസ്കാ വ്യവഹാർ എന്ന് പറഞ്ഞാൽ സ്വഭാവം ഏക് ബദൽ ഗയി, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ചേഞ്ചായി. ഉസ്കി വിക്ഷിപ്താവസ്ഥ പർ ഉസ്കെ സംസ്കാരോംനെ ബഡത് പാലി ധി. അദ്ദേഹത്തിൻ്റെ വിക്ഷിപ്ത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം എത്ര സംസ്കാരമുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളത് നമുക്ക് സംസ്കാരത്തിൻ്റെ ആ ഒരു വ്യാപ്തി എന്തായി? കൂടി. शिक्षक दिवस के अवसर पर पूरे देश में अनगिनत शिक्षकों का सम्मान किया जाता है. അപ്പോൾ ശിക്ഷക് ദിവസ് നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ്? ഏത് ഡേ ആണ് ശിക്ഷക് ദിവസ്? നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്? സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പോൾ ശിക്ഷക് ദിവസ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഡേ ആണ് കേട്ടോ. അവസർ പർ എന്ന് പറഞ്ഞാൽ ഒക്കേഷനിൽ, പൂരേ ദേശമേ ഈ കംപ്ലീറ്റ് നമ്മുടെ രാജ്യത്തെ അൻകിന്ത് ശിക്ഷകോങ്ക സമ്മാൻ, കൗണ്ട്ലെസ് ആയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ? ആ ടീച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മാൻ എന്താ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓൺ ദ ഒക്കേഷൻ ഓഫ് ടീച്ചേഴ്സ് ഡേ കൗണ്ട്ലെസ് ടീച്ചേഴ്സ് ആർ ഹോണേഡ് അക്രോസ് ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ടീച്ചേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരുപാട് സമ്മാനങ്ങൾ ടീച്ചേഴ്സ് ഡേക്ക് കൊടുക്കുന്നുണ്ട്. മേരെ ഷഹർ മേം മേരാ ബി കൈ ബാർ സമ്മാൻ ഹി ഹോ ചുക്കാ ഹേ. എൻ്റെ ദേശത്തും എൻ്റെ നാട്ടിലും എനിക്കും കൈ ബാർ ഒരുപാട് തവണ സമ്മാൻ ഹോ ചുക്കാ ഹേ, സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഐ ഹാവ് ഓൾസോ ഹോണേഡ് മെനി ടൈംസ് ഇൻ മൈ സിറ്റി. ലേക്കിൻ ഉസ് രാത് കോ बाई और आतंक के साए में ही सही मुझे जो सम्मान मिला वह अपूर्व था. അപ്പോൾ ഉസ് രാത്കോ എന്ന് പറഞ്ഞാൽ ആ രാത്രിയിൽ ബൈ ഔർ ആതങ്ക് കെ സായമേം, ഭയത്തിൻ്റെയും അതേപോലെ ആ ഒരു പേടിയുടെയും ആ നിഴലിൽ കിട്ടിയ സായമേ സഹി മുജെ ജോ സമ്മാൻ മില, കിട്ടിയ ആ സമ്മാനം വഹ് അപൂർവത, അത് വളരെ വ്യത്യസ്തമാണ്. ഓക്കെ, ബട്ട് ദ ഹോണർ ഐ റിസീവഡ് ദാറ്റ് നൈറ്റ് ഈവൺ ഇൻ ദ ഷാഡോ ഓഫ് ഫിയർ ആൻഡ് ടെറർ വാസ് യുണീക്ക്, അല്ലെങ്കിൽ യുണീക്ക്. ഓക്കെ, വളരെ അതുല്യമാണ്. മേംനെ കഭി നഹിം സോച്ചാ താ കി ഏക് ശിക്ഷക് കെ രൂപ് മേം മേരെ സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹോഗ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഇത്രയും നല്ലൊരു സമ്മാനം ഈ രീതിയിൽ കിട്ടുമെന്ന്. ഐ ഹാഡ് നെവർ ഇമാജിൻ ദാറ്റ് മൈ ബെസ്റ്റ് ആസ് എ ടീച്ചർ വുഡ് ബി ഹോണേഡ് ദിസ് ലൈക്ക്. ഇസ്കെ ബാദ് മുझे കച്ചി സി നീന്ത് പടി ഗയി. ഇതിന് ശേഷം ആഫ്റ്റർ ദിസ് ഐ ഫീൽ അസ്ലീപ് ലൈറ്റ്ലി, എനിക്ക് ചെറിയ രീതിയിൽ ഉറക്കം വന്നു. സബേരെ ഹുവ, അപ്പോൾ ഇറ്റ് വാസ് മോർണിംഗ്, രാവിലെ ആയി. ബിഖേർ സാമാൻ കോ ഫിർ സേ പിട്ടു മേം ജമാത്തെ ഹുയെ ചോട്ടൂനെ കഹ. അപ്പോൾ ബിഖേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്കാറ്റേഡ് ആയി കിടക്കുന്ന സാമാൻ, തിങ്സ് ലഗേജിലേക്ക് ഇടുന്ന സമയത്ത്, കളക്ട് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ മടക്കി വെക്കുന്ന അല്ലെങ്കിൽ എടുത്തു വെക്കുന്ന സമയത്ത് ചോട്ടൂനെ കഹ, ചോട്ടു പറഞ്ഞു. വൈൽ കളക്ടിങ് ദ സ്കാറ്റേഡ് തിങ്സ് ഇൻ ദ ബാഗ് ചോട്ടു സെറ്റ് ഉസ്നെ ഹമാരി കാനി കൗടി തക് നഹീം ലി. എന്താ പറഞ്ഞത്? ഹി ഡിഡ് നോട്ട് ടേക്ക് ഈവൻ എ കോയിൻ ഫ്രം അസ്. നമ്മുടെ അടുത്തുനിന്ന് ഒരു കോയിന് പോലും അവൻ എടുത്തിട്ടില്ല. കള്ളനാണെങ്കിൽ എന്തായാലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. സോ നമ്മുടെ ഒരു നാണയം പോലും അയാൾ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ദർവാസ കോൽക്കർ ഹം ബാർ ആയി. പിന്നെ ഞങ്ങൾ എന്താണ്, വി ഓപ്പൺ, ദർവാസ മീൻസ് ഡോർ ആണ് കേട്ടോ, ആൻഡ് കെയിം ഔട്ട്.
പഡോസ് കെ യുവക് സെ കഹ, അപ്പോൾ ആരുണ്ട് അവിടെ, ഒരു നൈബർഹുഡ് കുട്ടിയുണ്ട്, അയാളോട് പറഞ്ഞു, ഹി ടോൾ ദ യങ് മാൻ ഫ്രം ദ നൈബർഹുഡ്, രാത് കോ ഏക് പാഗലിനെ ഹമേ ബഹുത് പരേഷാൻ ഹുവ, എന്താണ്, എ മാഡ് മാൻ ട്രബിൾഡ് അസ് എ ലോട്ട് ലാസ്റ്റ് നൈറ്റ്, രാത്രിയിൽ പഡോസി എന്താണ് പാഗലിനെ, പാഗൽ മീൻസ് ഒരു മാഡ് ആയിട്ടുള്ള മാൻ, പരേഷാൻ കിയാന്ന് പറഞ്ഞാൽ ട്രബിൾഡ് അസ്, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഗണ്ടേ ടേഡ് ഗണ്ടേ തക് ഹമേ ഡറാത്ത ധമാക്ക രഹ, ഹി കെപ്റ്റ് ത്രെട്ടനിങ് ആസ് ഫോർ ആൻ അവർ ആൻഡ് ഹാഫ്, എന്താണ്, ഒരു 1.5 മണിക്കൂറോളം അദ്ദേഹം ഞങ്ങളെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഡറാത്ത മീൻസ് പേടിപ്പിക്കുക, ധംകാത്ത മീൻസ് ഭീഷണിപ്പെടുത്താം, ഗണ്ടേ ടേഡ് ഗണ്ടേ മീൻസ് 1.5 മണിക്കൂർ, വഹ് ഹമേ പീഡ് ബി സക്താത, ഹി കുഡ് ഹാവ് ഈവൻ ബീറ്റൺ ആസ് ആപ്പ്, ഞങ്ങളെ അടിക്കാൻ വരെ വന്നതാണ്. അപ്പോൾ ആ പഡോസി എന്താ പറയുന്നത്, വേ മേരെ പിതാ ഹേ, എന്താണ്, ഹീസ് മൈ ഫാദർ, പാഗൽപ്പൻ ദൗറാപ്പെടുത്താത, എന്താണ്, അദ്ദേഹം ഇങ്ങനെ ചെറുതായിട്ട് മാഡ്നസ് ഉള്ള ഒരാളാണ്, തബി ഏസി ഹർക്കത്തെയും കർത്തേഹേ, അപ്പോഴാണ് ചില സമയത്ത് ഇങ്ങനെ ഒരു മാഡ്നസ് അദ്ദേഹത്തിന് വരും, അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, പർ കിസിക്കോ മാർത്തേ നെഹിം, പക്ഷെ ആരെയും എന്ത് ചെയ്യില്ല, കൊല്ലില്ല, വൈസേ വേ യഹാം നെഹിം രഹത്തെ, അത് മാത്രമല്ല ബൈ ദ ബൈ ഹി ഡസ് നോട്ട് ലീവ് ഹിയർ, അദ്ദേഹം ഇവിടെയല്ല താമസിക്കുന്നത്, മണ്ഡി ദ്വീപ് മേം മേരെ ബായോ കെ പാസ് രഹത്തെ ഹേം, മണ്ഡി ദ്വീപിലെ എൻ്റെ സഹോദരങ്ങളുടെ കൂടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്, ഹി ലീവ്സ് വിത്ത് മൈ ബ്രദേഴ്സ് ഇൻ ദ മന്ദി ദ്വീപ്, കൽ രാത് കോ ഹി ആയേ ഹേം, ഹി കെയിം ഓൺലി ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രിയാണ് അദ്ദേഹം വന്നത്, അപ്പോൾ അദ്ദേഹം വന്നത് ഞങ്ങൾ കണ്ടില്ല ആക്ച്വലി, അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ബ്രദേഴ്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, ഇന്നലെ രാത്രിയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ നമ്മുടെ ചോട്ട് പറയണേ, ഹമാരി മദത് കെ ലിയെ തും ആയേ ക്യോം നഹീം, എന്താ നീ ഞങ്ങളെ സഹായിക്കാനായിട്ട് വരാതിരുന്നത്, ഞങ്ങളിവിടെ നല്ല പേടിച്ചിരിക്കുകയായിരുന്നു, ഞങ്ങളെ സഹായിക്കാൻ എന്താ വരാതിരുന്നത്. അപ്പോൾ ആ നൈബർഹുഡ് എന്താ പറയുന്നത്, മെയിൻ ഖേത്ത് പർ സോയാത, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി, എവിടെ, ഐ സ്ലെപ്റ്റ് ഇൻ ദ ഫീൽഡ്, ഞാൻ ഖേത്ത് മീൻസ് ഫീൽഡാണ്, സോയാത ഉറങ്ങിപ്പോയി, സോയാബീൻ കാട്ട് രഹാദ, എന്താണ്, ഞാൻ സോയാബീൻ എന്ത് ചെയ്യുകയായിരുന്നു, കട്ട് ചെയ്യുകയായിരുന്നു, അബി ആയാഹും, ഇപ്പോഴാണ് വന്നത്, ആപ്കെ യഹാം സെ ആനെ കെ ബാദ് വേ ചബൂത്തറെ ചലേ ഗയേ, എന്താ, ഇവിടുന്ന് വന്നതിന് ശേഷം അദ്ദേഹം അവിടെ വന്നു, അബി വഹീം ഹേ, ഇപ്പോൾ അവിടെയാണുള്ളത്, ഹമാര രാസ്ത ചബൂത്തറെ സെ ഹോക്കർ ജാത്താത, ഞങ്ങൾ പോകുന്ന വഴി അപ്പോൾ ആ ഒരു ഫീൽഡിൻ്റെ അതിലൂടെയായിരുന്നു, ഹം വഹാം സെ നിക്കൽത്തെ തോ വഹ് വഹാം ഗഡാമില, അപ്പോൾ വെൻ വി പാസ്ഡ് ഫ്രം ദർ വി ഫൗണ്ട് ഹിം സ്റ്റാൻഡിങ് ദർ, അപ്പോൾ ഞങ്ങൾ അതിലൂടെ പോകുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു, ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹീം ദിയ, അപ്പോൾ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് കടന്നു പോയ ആളല്ലേ, ജസ്റ്റ് ഒരു പിന്നെ ഒന്നും പറയാതെ, ഒരു മാപ്പ് പോലും പറയാതെ, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പോലും പറയാതെ കടന്നു പോയ ആളായതുകൊണ്ട് ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹീം ദിയ, ഞങ്ങൾ ഒന്ന് നോക്ക പോലും ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. ഓക്കെ, വി ഡിഡ് ഇറ്റ് പേ എനി അറ്റൻഷൻ ടു ഹിം, ഉത്തർക്കർ ഗുട്നേക്ക് ബൽ ചുക്ക് കർ ഉസ്നെ മേരെ പാവ് ചുയേ, അപ്പോൾ എന്ത് ചെയ്തു, തബി നീച്ചെ ഉത്തർക്കർ, അപ്പോൾ അദ്ദേഹം വന്നിട്ട് ദെൻ ഹി കെയിം ഡൗൺ, ഞങ്ങളുടെ അടുത്ത് വന്നു, പിന്നെ എന്താ ചെയ്തത്, നീച്ചെ ഉത്തർക്കർ ഗുട്നേക്ക് ബൽ ചുക്കർ ബെൻഡ് ഓൺ ഹിസ് നീസ്, ഗുട്നേക്ക് ബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല് ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട്, ഉസ്നെ മേരി പാവ് ചുയെ, ഞങ്ങളുടെ കാലെന്ത് ചെയ്തു, തൊട്ടു, അതായത് നമ്മളിങ്ങനെ ഒരു അനുഗ്രഹം വാങ്ങിക്കാനുള്ള രീതിയിലല്ലേ, മാപ്പ് പറയാനൊക്കെ നമ്മളിങ്ങനെ കാലിൽ വീഴൂലേ, അതാണ് ഉസ്നെ മേരി പാവ് ചുയെ, ഞങ്ങളുടെ കാലിൽ തൊട്ടു, ഹി ടച്ചഡ് മൈ ഫീറ്റ്, എന്നിട്ട് പറഞ്ഞു എന്തേ, ഗുരുദേവ് ബഹുത് ഷർമിന്ദാഹും, എന്താണ്, ഗുരുദേവ് ഐ ആം വെരി അഷൈം, ഞാൻ വളരെ എന്താണ് ലജ്ജിതനാണ്, ക്യാ കർത്ത ദൗറാജോ പടാത, എന്താണ്, വാട്ട് കുഡ് ഐ ഡു, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഞാൻ ആ സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു, ഉസ്കെ ചെഹരെ പർ പച്ചതാവ ധ, അപ്പോൾ ആ സമയത്ത് ദർ വാസ് എ റീഗ്രറ്റ് ഓൺ ഹിസ് ഫേസ്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു റീഗ്രറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പശ്ചാത്താപം ഞാൻ കണ്ടു, പിന്നെന്താ, ആങ്കോമേ ആസു, പിന്നെന്താ, കണ്ണുകളിലെ കണ്ണുനീരും ഞാൻ കണ്ടു, tears in his eyes. മേംനെ കഹ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ബായി തും നഹീം ജാനത്തെ കി തുമ്നെ ഗുരുओं का कितना मान बढ़ाया है, അപ്പോൾ ബ്രദർ യു ഡോണ്ട് നോ ഹൗ മച്ച് റെസ്പെക്റ്റ് യു ഹാവ് ഗിവൺ ടു ദ ഗുരുസ്, നീ എത്രത്തോളം റെസ്പെക്റ്റ് ഞങ്ങൾ ടീച്ചേഴ്സിന് തന്നു എന്ന് നിനക്ക് പോലും അറിയില്ല, കിസി എ ഗുരു കാ നഹീം, എനിക്ക് മാത്രമല്ല, എന്ത്, അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് മാത്രമല്ല, തമാം ഗുരുओं ഒരുപാട് ടീച്ചേഴ്സിനെ നീ ഇന്നലെ റെസ്പെക്റ്റ് ചെയ്തു, അതായത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലുണ്ടായ ആ ഒരു കോൺഷ്യസ് ഒരു ബോധം, എന്താണ്, ഇങ്ങനെ ഒരു ബുക്ക് കണ്ടപ്പോൾ ഇദ്ദേഹം ഗുരുവാണെന്ന് മനസ്സിലായ സമയത്ത് ഗുരുവിന് കൊടുത്ത ആ ഒരു റെസ്പെക്റ്റ്, അതാണ് ശരിക്കും ടീച്ചേഴ്സിന് അവരുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. എവിടെ വെച്ചിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ കണ്ടാലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അദ്ദേഹം ഒരു ടീച്ചറാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പരിഗണന കൊടുക്കുന്നത് ആണ്. അതേപോലെ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മുടെ ഗുരുക്കൾക്ക്, ഗുരു എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വിദ്യ പഠിപ്പിച്ചു തരുന്ന ഒരു
വ്യക്തിയാണ്. സോ അവരെ നമ്മൾ നമ്മുടെ പരമാവധി, നമ്മുടെ കഴിവിൻ്റെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നതാണ് കടമ. സോ അത് എന്ത് ചെയ്തിട്ടുണ്ട്, നീ ചെയ്തു തന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ടീച്ചേഴ്സിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം. അത് നീ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ചിലപ്പോൾ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇസ്കെ സാത്ത് ഹി ആകെ ബഡലിയെ, അതും പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ മുന്നോട്ട് പോയി. ഔർ ഹാ വഹ് സിക്ക ആജ് ബി മേരെ പാസ് ഹേ. അപ്പോൾ എന്താണ്, ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് കോയിൻ വിത്ത് മീ. അപ്പോൾ അവൻ തന്ന, എൻ്റെ കൈകളിൽ വെച്ച് തന്ന ആ 20 രൂപ, ചിലപ്പോൾ അവൻ്റെ കയ്യിൽ അത് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ 20 രൂപ ഗുരുദക്ഷിണയായിട്ട് എനിക്ക് തന്ന ആ 20 രൂപ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ടീച്ചറിൻ്റെ അടയാളവുമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവാർഡും കൂടിയാണ്. തൻ്റെ ഒരു ശിക്ഷകൻ്റെ കയ്യിൽ നിന്ന്, തൻ്റെ ഒരാളുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവാർഡും കൂടിയാണത്. അത് അദ്ദേഹം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട് വീണ്ടും കാണാം. ധന്യവാദ്.